ഞാനെന്നതൻ പോറ്റി നീയതെന്നു നീ തന്നെ ഞാനെന്നുറച്ചു ചെമ്മേ ഞാനായതെന്നുള്ളത് മിഥ്യയാക്കി മൗനത്തിനും വീഴ്ച പറഞ്ഞു തള്ളി മൗനത്തിനങ്ങേ പുറമായതത്രേ ഞാൻ എന്നുറയ്ക്കാനുര ചെയ്ത നാഥ ഞാനിന്ന് നോക്കിയിട്ട് അത് കണ്ടുകൊള്ളുവാൻ ഊനങ്ങളുണ്ടിങ്ങിതു തീർക്ക സ്വാമിൻ അനർത്ഥമായുള്ള മതങ്ങളെല്ലാം അനിത്യമെന്നാകിലും ആശുപാലിച്ച് അനിത്യമായുള്ള പവാപ്തിയിൽ ദിനം പതിച്ചു ദുഃഖത്തിനവുണ്ടിടുന്നു ആ ദുഃഖഭൂമോ പതിയാതിരിപ്പ ചിദ്രൂപമൂർത്തേ കൃപയോടുകൂടി സൂക്ഷ്മാതി സൂക്ഷ്മപ്പൊരുകാട്ടി എന്നെ രക്ഷിക്കുക ആനന്ദ കൃപാനിധേ നീ രക്ഷിക്കുക ആനന്ദ കൃപാനിധേ നീ. മൗനത്തിനെ അംഗീകരിക്കുന്നില്ല. മൗനത്തിന് അങ്ങേപ്പുറമാണ് യഥാർത്ഥമായിട്ടുള്ള ഞാൻ. ഒരു ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിക്കും അതീതമായിരിക്കുന്ന പരമാർത്ഥ സ്വരൂപമാണ് യഥാർത്ഥ ഞാൻ എന്നുള്ളതിന് പ്രത്യക്ഷ ഉദാഹരണമാണ് സ്വാമിയുടെ ഇവിടുത്തെ പ്രവചനവും മറ്റു കാര്യങ്ങളുമെല്ലാം. അത് ഇന്ന് ദേഹത്തിന് മനാധിക മാലിന്യം ദേഹം മാലിന്യം ദേഹിക്കതുപോലെ ദേഹിതാണെന്നു സാക്ഷിക്കു മാലിന്യം സാക്ഷിത്വമെന്ന് ചിത്തിനു മാലിന്യം ചിത്തന്നേ ഉള്ളൂ സത്യമായിട്ടപ്പോ സത്യചിത്താനന്ദം അതു തന്നെ സത്യചിത്താനന്ദം അതു തന്നെ. മനുഷ്യ സുഖത്തിന് വേണ്ടി വെറുതെ പാഴയാണ്. തന്റെ സ്വസ്വരൂപത്തിൽ നിന്ന് ആനന്ദം പേരും പ്രസാകനം അത് അനുഭവിക്കാനായിട്ട് അറിയാതെ പരക്കം പോയാണ്. അതിന് ഉദാഹരണം സുഖത്തിൻ ഉറവ കാണാം കുതിക്കുന്നു സമസ്തരും മണ്ണിലും പൊന്നിലും പിന്നെ പെണ്ണിലും ശിവനേ വൃത അങ്ങങ്ങു വല്ല സൗഖ്യത്തിൻ ഉറവന്നു ധരിക്കുവിൻ താനേ സുഖത്തിനാധാരം താനത്രേ സുഖധാരയും. തന്നിൽ നിന്നാണ് സുഖം വരണത്. ഈ തന്നിൽ നിന്ന് വരുന്ന സുഖത്തിനെ അതിനെ നമ്മൾ ധ്യാനത്തിൽ കൂടെ സത്സംഗത്തിൽ കൂടെ നമ്മൾ എടുക്കാതെ ഈ വസ്തുക്കളിലുള്ള ആ സുഖം നൈമിഷികമാണെന്നുള്ളത് കൂടെ സ്വാമി എടുത്തെടുത്ത് പറയാറുണ്ട് ഈ സത്സംഗത്തില്.